കേവിന് നമ്മൾ 10,000 വർഷത്തോളം പഴക്കം പറയപ്പെടുന്നുണ്ട്. ശക്തമായൊരു ഭൂകമ്പത്തിൽ ഉണ്ടായതായിട്ടാണ് കണക്കുകൂട്ടുന്നത്. എടക്കൽ എന്ന പേര് വരാനുള്ള കാരണം ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് കല്ല് തങ്ങി നിൽക്കുന്നില്ലേ, ഇൻ ബിറ്റ്വീൻ സ്റ്റോൺ, ഇടയ്ക്കുള്ള കല്ല് നിൽക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ കേവിനും ഈ സ്ഥലത്തിനും ഇടയ്ക്കൽ എന്ന പേര് ഉണ്ടാകുന്നത്. ഗുഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 6,000 വർഷം മുൻപ് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജനങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വീടായിട്ട് ഉപയോഗിച്ച് താമസിക്കുന്ന പറയപ്പെടുന്നത്. ആ സമയത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് ലെറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അവർ കണ്ട കാര്യങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവർ ഉപയോഗിച്ചതൊക്കെ അവർ ചിത്രങ്ങളായിട്ട് വരച്ചു വെച്ചു. നമ്മൾ നവീന ശിലായുഗം പ്രാചീന ശിലായുഗം പഠിക്കുന്നില്ലേ, അപ്പോൾ നവീന ശിലായുഗത്തിൽപ്പെട്ട ചിത്രങ്ങളാണ്. എടക്കൽ ഗുഹയെ പ്രശസ്തമാക്കുന്നത് ഇങ്ങനത്തെ ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം എടക്കൽ കേവാണെന്നാണ് പറയുന്നത്. എടക്കൽ ഗുഹയെ നമ്മൾ പ്രശസ്തമാക്കുന്നത്. ഒരു 500 സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. നമുക്കെല്ലാം മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലായത് 20% ഉള്ളൂ. കാരണം ഒരു സ്റ്റെപ്പ് വന്നു, ചിത്രങ്ങൾ വരച്ചു പോയി, മറ്റു സ്റ്റെപ്പ് പോകുന്നു, അതിൻ്റെ മുകളിൽ കോരി വരച്ചുകൊണ്ട് കുറച്ച് ഓവർലാപ്പ് ആയി. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ചിത്രം എന്ന് പറയുന്നത് BC 4000 ഏകദേശം 6,000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ്. ഒരു ഗോത്രത്തലവൻ്റെ ചിത്രം കാണുന്നുണ്ട്, ഒരു ട്രൈബൽ ലീഡറിൻ്റെ ചിത്രം കൂടെ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഫെദറിൻ്റെ കറവണൊക്കെ ഇട്ട് നിൽക്കുന്നു. നോക്കും, ഒരു ഗോത്രത്തലവൻ കണ്ടോ. നമുക്ക് ഒരു ആനയുടെ ചിത്രമുണ്ട്. ഓക്കെ, കണ്ടോ, ഒരു എലിഫന്റ് ആ ലൈൻ വന്നിട്ട് ഒരു ആനയിലോട്ടാണ്.